ഹായ്, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ദർ വിൽ ബി എന്ന യൂസാണ്. ദർ വിൽ ബി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായി ചാനൽ വാച്ച് ചെയ്യുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ദർ വിൽ ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നാണ് ആശയം. ദർ വിൽ ബി. അപ്പോൾ ദർ വിൽ ബി ക്ലാസ് ടുമോറോ. നാളെ ക്ലാസ് ഉണ്ടാകും. ദർ വിൽ ബി ക്ലാസ് ടുമോറോ. ആൻഡ് ദർ വിൽ ബി വൺ വാക്കൻസി ഹിയർ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഇവിടെ ഒരു വാക്കൻസി ഉണ്ടാക്കും. അപ്പോൾ ഭാവിയിലേക്ക് ഒരു പ്രവർത്തനം അങ്ങനെ ഉണ്ടാകും എന്ന് പറയാനാണ് ദർ വിൽ ബി ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് സോ ദർ വിൽ ബി വൺ മോർ സ്റ്റാഫ് ഹിയർ ടുമോറോ. നാളെ ഇവിടെ ഒരു സ്റ്റാഫ് കൂടെ ഉണ്ടാകും. അപ്പോൾ ക്വസ്റ്റ്യനിലേക്കൊക്കെ വരുമ്പോൾ അത് വിൽ ദർ ബി എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, വിൽ ദർ ബി ക്ലാസ് ടുമോറോ. നാളെ ക്ലാസ് ഉണ്ടാവും. അവിടെ വില്ല് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്നത്. വിൽ ദർ ബി ക്ലാസ് ടുമോറോ. ആൻഡ് വിൽ ദർ ബി എനി വാക്കൻസി ഹിയർ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഇവിടെ വല്ല വാക്കൻസി ഉണ്ടാവുമോ? അപ്പോൾ ദർ വിൽ ബി എന്ന് പറയുമ്പോൾ ഉണ്ടാകും. വിൽ ദർ ബി എന്ന് പറയുമ്പോൾ ഉണ്ടാകുമോ എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, ഇപ്പോൾ ദർ വിൽ ബി എന്നൊരു ആശയം മനസ്സിലാകുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാനും നമ്മുടെ മലയാള ആശയങ്ങൾ ഇംഗ്ലീഷിലേക്ക് എഴുതാനൊക്കെ വളരെ ഈസിയായി സാധിക്കും. ഇനി ഇത് വെച്ചുകൊണ്ട് സംസാരിക്കാനൊക്കെ സാധിക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് എന്ത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ കോഴ്സുകളൊക്കെ നൽകുന്നുണ്ട്. 1-to-1 ആയിട്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. 1-to-1 എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ ആൻഡ് 1 സ്റ്റുഡൻറ്റ്. അപ്പോൾ ആ ഒരു മെത്തേഡിനൊക്കെ നല്ല റിസൾട്ട് ആണുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും സംസാരിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കൂടെ നൽകുന്നുണ്ട്. കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ.